ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കലെന്ന്. ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിലേക്ക് 1 കിലോ കോഴി, പിന്നെ 3 സവോള, 2 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത് ഞാൻ നട്ടുണ്ടാക്കിയ മല്ലിച്ചപ്പ്. കടയിൽ ഉണ്ടാക്കുന്ന അതിലും നല്ല ടേസ്റ്റ് കിട്ടുക ഈ മല്ലിച്ചപ്പ് ഇട്ടാല. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ഈ മല്ലിച്ചപ്പ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചു, ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടാവട്ടെ. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഉലുവ പൊട്ടിക്കാം. ചിലർ ഉലുവ മാത്രം പൊട്ടിക്കുന്നവരുണ്ട്. ഞാൻ കടുകും ഉലുവയും ഇട്ടിട്ട്. ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. അതിനുശേഷം സവോള, സവോള പെട്ടെന്ന് വാടി കിട്ടാൻ കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കും. ചിക്കൻ കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന അറിയുന്നാലും ഞാനിങ്ങനെ ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. സവോള വീതം വാടിയിട്ടുണ്ട്. അതിലേക്ക് തക്കാളി എറിഞ്ഞിട്ടത്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി വാടട്ടെ. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമ്മൾ മുളകും പൊടി ഇട്ട് കൊടുക്കാം. 1 കിലോയിലേക്ക് ഒരു 3 സ്പൂൺ മുളകും പൊടിയൊക്കെ ഞാൻ എടുക്കാറുണ്ട്. ഇത് വണ്ടിയിൽ വേണ്ടാത്തതൊക്കെ ഉണ്ടാവും. ഇവിടെ നല്ല എരിവാണ്. 3 സ്പൂൺ മുളകും പൊടി, കട്ടി കിട്ടാൻ കുറച്ച് 1.5 സ്പൂൺ മല്ലിപ്പൊടി. അതിനുശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മുടെ പ്രധാന സാധനമുണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി. ഏലക്ക, പട്ട, ഗ്രാമ്പു, ഉലുവ, ജീരകം, ഉള്ളി, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ തന്നെ പൊടിച്ച മസാല. അതിനാണ് ടേസ്റ്റ് കൂടുതൽ. നല്ല മണവും ഉണ്ടാവും, നല്ല മണവും രുചിയും എല്ലാം ഉണ്ടാവും. പൊടികളൊക്കെ ഒന്ന് സെറ്റായി. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലോട്ട് കൊടുക്കുക. നന്നായിട്ട് കുഴമ്പനാക്കി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം തോനെ വണ്ടികളും കറി കൂടുതൽ വണ്ടികൾക്ക് അതിനനുസരിച്ച് പൊടികളൊക്കെ കൊടുത്ത് ആക്കട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇളക്കി നമ്മൾ പ്രധാനപ്പെട്ട കറിവേപ്പില, ചപ്പ് അതും കൂടി ഇതിൽ കിടന്ന് നന്നായി വേവട്ടെ. മൂടി വെക്കാം. അപ്പോൾ ചിക്കൻ എന്തോന്നും നോക്കട്ടെ. വെള്ളമൊക്കെ അത്യാവശ്യത്തിനുണ്ട്. ഒന്നും കൂടി ആവാനുണ്ട്. എന്ത് വരുന്നേ ഉള്ളൂ. ഒന്നും കൂടി അടച്ചു വെക്കാം. ഇപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചാമൊക്കെ ആയിക്കൊണ്ട് പിന്നെ ഉള്ളി കാട്ടി തരാം. വാവ്, അടിപൊളി കണ്ടിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് പറയാം. അടിപൊളി, എല്ലാ ഭാഗത്തിനും സെറ്റ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഇതിൻ്റെ ഇടയിൽ കൂടി മക്കളെ വർത്താനം അത് കേൾക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് തൊട്ട് വിട്ടാൽ അപ്പോഴേ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. വെറുതെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.